എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 100 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. PSCയുടെ വരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിച്ചത് ആലായിരുന്നു ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിച്ചത്. സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930 1930 സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ. ഏക സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. നാസയ്ക്ക് ശേഷം ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് ISRO നാസയ്ക്ക് ശേഷം ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത്. 2024 ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ് 2024 ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് വിജയിച്ചത്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലം. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിത ശ്വേത കെ സുഗതനാണ് 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിത. 2024 കാലാവസ്ഥാ ഉച്ചകോടി COP29 വേദിയായിരുന്നത് അസർബൈജാൻ ആയിരുന്നു 2024 കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദിയായിരുന്നത്. 2024 റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളി ഋതു സാരംഗിലാൽ ആയിരുന്നു 2024 റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളി. ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചുവരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ സർവശക്തിയാണ് ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചുവരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ. യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം സിറ്റി ഓഫ് ലിറ്ററേച്ചറായി പ്രഖ്യാപിച്ചത് കോഴിക്കോടിനെയാണ് യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി സിറ്റി ഓഫ് ലിറ്ററേച്ചറായി പ്രഖ്യാപിച്ചത്. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് 8 ഏപ്രിൽ 2025 വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത്. വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് കിരൺ റിജിജു ആയിരുന്നു വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ താലൂക്ക് ഏറനാട് താലൂക്കാണ് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ താലൂക്ക്. പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക സംവിധാനം സ്വെറെയിലാണ് പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക സംവിധാനം. തുടർച്ചയായി ഏറ്റവുമധികം ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് തുടർച്ചയായി ഏറ്റവുമധികം ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയ കേന്ദ്ര ധനമന്ത്രി. 35 ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തിയെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് പോപ്പ് താരമായ ബിയോൺസെയാണ് 35 ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തിയെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. ISROയുടെ 100ാമത്തെ വിക്ഷേപണം GSLV F-15 NVS-02 എന്നും അറിയപ്പെടുന്ന GSLV F-15 ആണ് ISROയുടെ 100ാമത്തെ വിക്ഷേപണം.
ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്? സുനിത വില്യംസ്. സുനിത വില്യംസ് ആണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി? സമുദ്രയാൻ. സമുദ്രയാനാണ് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി. ഭൂകമ്പ ദുരിതമനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം? ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്പറേഷൻ ബ്രഹ്മയാണ് ഭൂകമ്പ ദുരിതമനുഭവിക്കുന്ന മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം ലഭിച്ചത്? ജഗതി ശ്രീകുമാർ. ജഗതി ശ്രീകുമാറിനാണ് 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം ലഭിച്ചത്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം? എക്സ്പോസാറ്റ്. എക്സ്റേ പോളറിമീറ്റർ സാറ്റലൈറ്റ്. എക്സ്പോസാറ്റ് ആണ് ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ വ്യക്തി? ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ വ്യക്തി ക്രിസ് ബ്രൗൺ. ബ്രിട്ടൻ്റെ ക്രിസ് ബ്രൗൺ ആണ് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിലെത്തിയ ആദ്യ വ്യക്തി. മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം? ജർമ്മനി. ജർമ്മനിയാണ് മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം. ലോകത്ത് ആദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം? ജപ്പാൻ. ജപ്പാനാണ് ലോകത്താദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം. 2024 ലോക പുകയില വിരുദ്ധ ദിന സന്ദേശം? പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് 2024 ലോക പുകയില വിരുദ്ധ ദിന സന്ദേശം. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുതി നിലയം നിലവിൽ വരുന്നത്? കായംകുളം. കായംകുളത്താണ് മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുത നിലയം നിലവിൽ വരുന്നത്. കേരളത്തിലെ പ്രഥമ ആണവോർജ്ജ നിലയം നിലവിൽ വരുന്ന ജില്ല? കാസർഗോഡ്. കാസർഗോഡാണ് കേരളത്തിലെ പ്രഥമ ആണവോർജ്ജ നിലയം നിലവിൽ വരുന്ന ജില്ല. 2024 ജൂലൈയിൽ വയനാട് ജില്ലയിൽ നിരവധി പേരുടെ മരണത്തിനും വലിയ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലം? മുണ്ടക്കൈ ചൂരൽമല. മുണ്ടക്കൈ ചൂരൽമലയാണ് 2024 ജൂലൈയിൽ വയനാട് ജില്ലയിൽ നിരവധി പേരുടെ മരണത്തിനും വലിയ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം. ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ മ്യൂസിയം? അക്ഷര മ്യൂസിയം. കോട്ടയത്തെ അക്ഷര മ്യൂസിയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിച്ചത്? കൊല്ലം. കൊല്ലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിച്ചത്. സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യ സ്റ്റാർട്ടപ്പ്? ഹെക്സ് 20. ഹെക്സ് 20 എന്ന സ്റ്റാർട്ടപ്പാണ് സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ്. ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച കേരളത്തിൻ്റെ ആദ്യ AI പ്രോസസ്സർ? കൈരളി. കൈരളിയാണ് ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച കേരളത്തിൻ്റെ ആദ്യത്തെ AI പ്രോസസ്സർ. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി? സ്പേസ് ടൂറിസ്റ്റ് ഗോപിചന്ദ് തോട്ടകുര. ഗോപിചന്ദ് തോട്ടകുരയാണ് ആദ്യത്തെ ഇന്ത്യൻ സ്പേസ് ടൂറിസ്റ്റ് ബഹിരാകാശ വിനോദസഞ്ചാരി. മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ആദ്യത്തെ കമ്പനി? ന്യൂറാലിങ്ക്. ഇലോൺ മസ്കിൻ്റെ കമ്പനിയായ ന്യൂറാലിങ്ക് ആണ് മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ആദ്യത്തെ കമ്പനി.
സുസ്ഥിര വികസനത്തിനുള്ള UN ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ നഗരം? തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് സുസ്ഥിര വികസനത്തിനുള്ള UN ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ നഗരം. കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ? കണ്ണപുരം. കണ്ണപുരം റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ. ലോകത്തിലാദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം? ഫിൻലാൻഡ്. ഫിൻലാൻഡാണ് ലോകത്തിലാദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം. 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി? ഹാൻ കാങ്. ഹാൻ കാങ് ആണ് 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി. രാജ്യത്തെ ആദ്യത്തെ സ്ത്രീകൾ മാത്രമുള്ള സ്കൂബ ഡൈവിംഗ് ടീം? ഗനറ്റ്സ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ ഗനറ്റ്സ് എന്ന സ്കൂബ ഡൈവിംഗ് ടീമാണ് രാജ്യത്തെ ആദ്യത്തെ സ്ത്രീകൾ മാത്രമുള്ള സ്കൂബ ഡൈവിംഗ് ടീം. കോളറ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിൻ? ഹിൽകോൾ. ഹിൽകോൾ എന്ന വാക്സിനാണ് കോളറ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിൻ. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന 2024 മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം നേടിയ മലയാളി? PR ശ്രീജേഷ്. PR ശ്രീജേഷാണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന 2024 മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം നേടിയ മലയാളി. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം? കുട്ടനാട്. കുട്ടനാടാണ് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം. ക്യാൻസർ മരുന്നുകളുടെ GST എത്ര ശതമാനം ആയിട്ടാണ് കുറച്ചത്? 5%. മുൻപ് 12% ക്യാൻസർ മരുന്നുകളുടെ GST 5% കുറച്ചത്. തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിന് അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനം? സഹജ. സഹജയാണ് തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിന് അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനം. ISROയുടെ ആദ്യ സൗരദൗത്യം? ആദിത്യ L1. ആദിത്യ L1 ആണ് ISROയുടെ ആദ്യ സൗരദൗത്യം. ഫെഡറൽ ബാങ്കിൻ്റെ ഇന്ത്യയിൽ ആദ്യത്തെ QR കോഡ് അധിഷ്ഠിതമായ നാണയ മെഷീൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോടാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഇന്ത്യയിൽ ആദ്യത്തെ QR അധിഷ്ഠിതമായ നാണയ മെഷീൻ ഉദ്ഘാടനം ചെയ്തത്. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യം? പ്രോബ 3. പ്രോബ 3 ആണ് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യം. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് സ്പാഡെക്സിൻ്റെ ഭാഗമായി ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ? SDX-01 അഥവാ ചേസർ, കൂടാതെ SDX-02 ടാർഗറ്റ്. ടാർഗറ്റ് എന്നും അറിയപ്പെടുന്ന SDX-02, ചേസർ എന്നും അറിയപ്പെടുന്ന SDX-01 എന്നീ ഉപഗ്രഹങ്ങളാണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് സ്പാഡെക്സിൻ്റെ ഭാഗമായി ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ. 2024 ഫോബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്ക്? കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കാണ് 2024 ഫോബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്ക്. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ? തിരുവനന്തപുരം സെൻട്രൽ. തിരുവനന്തപുരം സെൻട്രലാണ് കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന RLV റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ വാഹനത്തിന് നൽകിയിട്ടുള്ള പേര്? പുഷ്പക്. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന RLV റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ വാഹനത്തിന് നൽകിയിരിക്കുന്ന പേരാണ് പുഷ്പക്.
2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജ്. ആടുജീവിതം എന്ന സിനിമയിലെ പെർഫോമൻസിന് പൃഥ്വിരാജിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായത് പൃഥ്വിരാജാണ്. 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻടൺ എന്നിവർക്ക് ലഭിച്ചത് എന്ത് കണ്ടുപിടുത്തത്തിനാണ്? കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗ്. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻടൺ എന്നിവർക്ക് ലഭിച്ചത്. ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം എവിടെ സ്ഥിതി ചെയ്യുന്നു? കുലശേഖരപട്ടണം. തമിഴ്നാട്ടിലെ കുലശേഖരപട്ടണത്താണ് ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. US ബഹിരാകാശ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ISROയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ആരാണ്? ശുഭാൻശു ശുക്ല. ശുഭാൻശു ശുക്ലയാണ് US ബഹിരാകാശ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ISROയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ. പാർലമെന്റിന്റെ ഇംപീച്ച് നടപടികൾക്ക് വിധേയനായ ആദ്യ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് വി രാമസ്വാമി. ജസ്റ്റിസ് വി രാമസ്വാമിയാണ് പാർലമെന്റിന്റെ ഇംപീച്ച് നടപടികൾക്ക് വിധേയനായ ആദ്യ സുപ്രീം കോടതി ജഡ്ജി. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത്. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ് ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. ഖേൽ രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുഗേഷ്. ഡി ഗുഗേഷാണ് ഖേൽ രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഇന്ത്യയിലെ 58ാമത് കടുവാ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട ദേശീയോദ്യാനം മാധവ് ദേശീയോദ്യാനം, മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ മാധവ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ 58ാമത് കടുവാ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട ദേശീയോദ്യാനം. മോണ്ടിനെഗ്രോയിൽ നടന്ന ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 20 വിഭാഗത്തിൽ കിരീടം നേടിയത് പ്രണവ് വെങ്കിടേഷ്. പ്രണവ് വെങ്കിടേഷാണ് മോണ്ടിനെഗ്രോയിൽ നടന്ന ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് അണ്ടർ 20 വിഭാഗത്തിൽ കിരീടം നേടിയത്. 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മനു ഭാക്കർ. മനു ഭാക്കറാണ് 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി, ചീറ്റ, ജാഗ്വർ, പ്യൂമ എന്നിവയുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഒരു ആഗോള സംരംഭം ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ഇബ്ക. ആസ്ഥാനം ഡൽഹിയിലാണ്. ഇബ്ക ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ആണ് ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി, ചീറ്റ, ജാഗ്വർ, പ്യൂമ എന്നിവയുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഒരു ആഗോള സംരംഭം. ഇന്ത്യയിൽ ആദ്യത്തെ കൃത്രിമ ബുദ്ധി AI യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്തിലാണ്? മഹാരാഷ്ട്ര. യൂണിവേഴ്സൽ AI യൂണിവേഴ്സിറ്റി മഹാരാഷ്ട്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ആകുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സിയാൽ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാകുന്നത്. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ അമിതാവ് ഘോഷ്. അമിതാവ് ഘോഷാണ് 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് പഞ്ചായത്ത് പുരസ്കാരം നേടിയ പഞ്ചായത്ത് മീനങ്ങാടി.
വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്താണ് കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് പഞ്ചായത്ത് പുരസ്കാരം നേടിയ പഞ്ചായത്ത്. രാജ്യത്താദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. കേരളമാണ് രാജ്യത്താദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള പൊതുമേഖലാ സ്ഥാപനമായി മാറിയത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LIC. LIC ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള പൊതുമേഖലാ സ്ഥാപനമായി മാറിയത്. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാർ. കുവൈറ്റ് ദിനാറാണ് ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി. മൊബൈൽ ഫോണുകൾക്കായി 50 വർഷം ചാർജ് നിലനിൽക്കുന്ന ന്യൂക്ലിയർ ബാറ്ററി നിർമ്മിച്ച ചൈനീസ് സ്റ്റാർട്ടപ്പ് കമ്പനി ബീറ്റാവോൾട്ട്. ബീറ്റാവോൾട്ടാണ് മൊബൈൽ ഫോണുകൾക്കായി 50 വർഷം ചാർജ് നിലനിൽക്കുന്ന ന്യൂക്ലിയർ ബാറ്ററി നിർമ്മിച്ച ചൈനീസ് സ്റ്റാർട്ടപ്പ് കമ്പനി. ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തിനു വേണ്ടി ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച പ്രതിരോധ വാക്സിൻ ഹവിഷുവർ. ഹവിഷുവർ ആണ് ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തിനു വേണ്ടി ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച പ്രതിരോധ വാക്സിൻ. സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലമാണ് സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് അരീന സബലെങ്ക. ബെലാറൂസ് താരമായ അരീന സബലെങ്കയാണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാഡിസൺ കീസ്. US-ന്റെ മാഡിസൺ കീസാണ് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. 2024 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ. ഇറ്റലിയുടെ ജാനിക് സിന്നറാണ് 2024 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വന്നത് പാപ്പനംകോട്. തിരുവനന്തപുരത്തെ പാപ്പനംകോടാണ് സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വന്നത്. പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ EP നാരായണ പെരുവണ്ണാൻ. EP നാരായണ പെരുവണ്ണാനാണ് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ. ഇന്ത്യ ഏത് രാജ്യത്തേക്കാണ് ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്തത്? ഫിലിപ്പീൻസ്. ഫിലിപ്പീൻസിലേക്കാണ് ഇന്ത്യ ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്തത്. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യ ബീച്ച് കാപ്പാട് ബീച്ച്. കാപ്പാട് ബീച്ചാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യ ബീച്ച്. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം കണ്ണൂർ. കണ്ണൂരാണ് ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ചത്. അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ AR റഹ്മാൻ. AR റഹ്മാനാണ് അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈ. നവി മുംബൈയിലാണ് ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത്. ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരങ്ങളിൽ 6ാമതും ഇന്ത്യയിൽ 1ാമതും എത്തിയ നഗരം ബംഗളൂരു. ബംഗളൂരുവാണ് ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരങ്ങളിൽ 6ാമതും ഇന്ത്യയിൽ 1ാമതും എത്തിയ നഗരം. സംസ്ഥാന ബജറ്റിനൊപ്പം പ്രത്യേക പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം. കേരളമാണ് സംസ്ഥാന ബജറ്റിനൊപ്പം പ്രത്യേക പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം. കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? കളമശ്ശേരി. എറണാകുളം ജില്ലയിലെ
കളമശ്ശേരിയിലാണ് കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത്. സംസ്ഥാനത്ത് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി. സംസ്ഥാനത്ത് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി സിവിൽ ജഡ്ജി എന്ന ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക. ഗ്രാമി പുരസ്കാര ചരിത്രത്തിൽ 4 തവണ മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം ആൽബം ഓഫ് ദി ഇയർ നേടുന്ന ആദ്യ പോപ്പ് താരം ടൈലർ സ്വിഫ്റ്റ്. ടൈലർ സ്വിഫ്റ്റ് ആണ് ഗ്രാമി പുരസ്കാര ചരിത്രത്തിൽ 4 തവണ മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യ പോപ്പ് താരം. ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ട് ഇന്ദ്ര. ഇന്ദ്രയാണ് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ട്. തമിഴ്നാടിൻ്റെ 18ാമത് വന്യജീവി സങ്കേതം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. തന്തൈ പെരിയാർ വന്യജീവി സങ്കേതമാണ് തമിഴ്നാടിൻ്റെ 18ാമത് വന്യജീവി സങ്കേതം. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്കായുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പച്ചമലയാളം. പച്ചമലയാളമാണ് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്കായുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ്. ലോകത്തിൽ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? ഗുരുഗ്രാം. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ലോകത്തിലാദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത്. 2024 മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് 2024 മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് കരിക്കകം. തിരുവനന്തപുരത്തെ കരിക്കകത്താണ് സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത്. ഗൂഗിളിൻ്റെ AI ചാറ്റ്ബോട്ടായ ബാർഡിനെ ഏതു പേരിലാണ് റീബ്രാൻഡ് ചെയ്തത്? ജെമിനി. ഗൂഗിളിൻ്റെ AI ചാറ്റ്ബോട്ടായ ബാർഡിനെ ജെമിനി എന്ന പേരിലാണ് റീബ്രാൻഡ് ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത്. IPL ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരം റോബിൻ മിൻസ്. റോബിൻ മിൻസ് ആണ് IPL ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരം. ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായത് ടാറ്റ ഗ്രൂപ്പ്. ടാറ്റ ഗ്രൂപ്പാണ് ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.